ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഫേമസ് മാഞ്ഞാലി ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് സാധാരണ ദം ബിരിയാണി പോലെയല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ചിക്കന് സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് എടുക്കുന്ന പോലെ കുറച്ച് വലിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് സമയം നമ്മളിതൊന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റി വെക്കുക കേട്ടോ. അതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മസാല തേച്ച് വെച്ചിട്ടുള്ള ആ പാത്രം ഉണ്ടല്ലോ, അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മസാലയും കൂടെ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വേവായി പോവരുത്. അപ്പോൾ ഒന്ന് തിളച്ച് ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോ പീസസായിട്ടൊന്ന് കോരി മാറ്റണം. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം നിങ്ങൾ കളയരുത് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പകുതി വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ ഓരോ പീസസായിട്ട് ഈ ഒരു ഓയിലിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചിട്ടിട്ട് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു ഭാഗം ഒന്ന് റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓയിലിന് പകരം വേണമെങ്കിൽ നെയ്യിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഡാൽഡ ഒന്നും യൂസ് ചെയ്യണ്ട, നെയ്യോ ഓയിലോ നിങ്ങൾക്ക് ചേർത്താൽ മതി. അപ്പോൾ 2 ഭാഗം ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. ഒരുപാട് ഫ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഗ്രേവിയിലിടുന്ന സമയത്ത് മസാലയൊന്നും ഇറച്ചിയുടെ ഉള്ളിലേക്കൊന്നും കയറൂല. ഇനി അതേ ഓയിലിൽ തന്നെ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തിട്ടുള്ളത്. നമ്മളിവിടെ 1 കിലോ ചിക്കൻ 1 കിലോ റൈസ് എന്നുള്ള അളവിലേക്കാണ് ഈ പറയുന്നതൊക്കെ കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലൊക്കെ അളവൊന്നുമില്ല, നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കാനുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ഒരു 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. തക്കാളി സാധാരണ വലുപ്പത്തിലുള്ള തക്കാളി 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒന്നങ്ങോട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തക്കാളി നന്നായിട്ടൊന്ന് ഉടയുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. മുളക് നിങ്ങൾക്ക് എരിവിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതലായിട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ തൈര് ചേർക്കണില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു ഗ്രേവീനെ ഒരു 3/4 ഭാഗം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഒരു 1/4 ഭാഗം നിങ്ങളവിടെ മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഉള്ളി വഴറ്റിയ സമയത്തും അതുപോലെ ഗ്രേവിയിലൊക്കെ ഉപ്പുണ്ട്, അത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ചതിന് ശേഷം വേണം നമ്മൾ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ ബിരിയാണിയേക്കാളും നമ്മൾ മല്ലിപ്പൊടി ഒക്കെ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ മല്ലിയില പുതിനയിലയും കൂടെ ചേർക്കുന്നുണ്ട്. പുതിന ചിലർ ചേർക്കാറില്ല, പുതിന ചേർക്കുമ്പോഴാണ് കറക്റ്റ് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു പിടി മല്ലിയില എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 പിടി പുതിന എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്കിത് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ മസാല മാറ്റി വെക്കാം. ഇനി നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഓയിലും നെയ്യും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. സാധാരണ നമ്മൾ ചോറൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളി പൊരിച്ചെടുക്കൂലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 1-2 സവാള നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പോലെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കിസ്മിസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ടിട്ട് സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കോരി മാറ്റുക. ഇനി അതേ ഓയിൽ തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, അതുപോലെ ഒരു വലിയ കഷ്ണം പട്ട, ഒരു 5 ഏലക്ക, ഒരു 5 ഗ്രാമ്പൂ ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 2 തക്കോലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ചേർക്കാനുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇനി ഒരു സവാളയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോ അരിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും മതി. അപ്പം നിങ്ങൾ അരിയുടെ അളവ് കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ ഒരു റൈസിന്. ഇനി നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ്സിനാണെങ്കിലും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള ലെവലിൽ എടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരിയിലേക്ക് ഇട്ടിട്ട് സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ വർദ്ധമാൻ റോസിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജീരകശാലയെ നിങ്ങൾ ഏത് അരിയിലാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ അരി വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് അരിയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു അരമണിക്കൂർ കുതിർത്ത് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഒരു 15-20 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. എന്നാൽ മുഴുവനായിട്ടും വെള്ളം വാർന്നിട്ടില്ല കേട്ടോ. അതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് നിങ്ങൾക്ക് ഉള്ളി വഴറ്റിയ സമയത്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കളർ ഒരുപാട് അങ്ങോട്ട് ചോറിൻ്റെ മാറും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളി അണ്ടിപ്പരിപ്പും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ ഒരു ചിക്കൻ്റെ ഗ്രേവിയിൽ നിന്ന് ഒരു 1/4 ഭാഗം മാറ്റി വെച്ചത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ റൈസിന് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതുപോലെ ചോറ് മിക്സ് ചെയ്തിട്ട് നമുക്ക് വിളമ്പിയെടുക്കാം. അപ്പോൾ ഇത് ചോറും മസാലയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വിളമ്പിയെടുക്കുന്നത് കേട്ടോ. എന്നാലും ബിരിയാണിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും നിങ്ങൾ മല്ലിയിലയുടെ കൂടെ പുതിനയും കൂടെ ചേർക്കുക. പുതിനയും കൂടെ ചേർക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറും ചിക്കനും കഴിക്കുന്നൊരു ഫീലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇത് നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയല്ല, ചിക്കനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ 1 കിലോ ചിക്കൻ ഒന്ന് കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന അതേ സൈസ് തന്നെ മുറിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുക. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം, ഇല്ലെങ്കിൽ കളറും ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കോഴിമുട്ടയുടെ വെള്ളം ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്ക് മുഴുവനായിട്ട് വേണ്ട കേട്ടോ, മഞ്ഞൻ്റെ ആവശ്യമില്ല, മുട്ടയുടെ ആ ഒരു വെള്ളം മാത്രം മതി. അപ്പോൾ ഞാൻ വെള്ളം മാത്രം എടുത്തിട്ട് മഞ്ഞ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഫ്ലോറിൻ്റെ കൂടെ മൈദൻ്റെ ആവശ്യമില്ല കേട്ടോ, കോൺഫ്ലോർ മാത്രം മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് കുഴച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറച്ചിയുടെ എല്ലാ ഭാഗത്തേക്കൊന്നും മസാല ശരിക്കാവില്ല കേട്ടോ. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ ആവും.
അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. 1 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല മസാല പിടിക്കൂട്ടോ. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെയ്യും ഓയിലും മിക്സ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ മാത്രമായിട്ട് ചെയ്യാം. അപ്പോൾ ഓയിൽ കുറച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ അതാവും നല്ലത്. അപ്പോൾ ഇതുപോലെ ഉള്ളി ഒന്ന് പൊരിച്ചിട്ട് കോരി മാറ്റുക. ഇനി അതേ ഓയിൽക്ക് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മുട്ടയുടെ വെള്ള കോൺഫ്ലോർ ഒന്നും ചേർക്കാണ്ട് മസാല തേച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിയിൽ. അപ്പോൾ ബിരിയാണി മസാലയും കൂടെ ഇത് ചേരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ചിക്കൻ ഒരു ഭാഗം റെഡി ആവുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ 2 ഭാഗം നല്ല പോലെ തന്നെ മൊരിഞ്ഞിട്ട് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചതിൻ്റെ കാരണം അതിൽ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാം ഒന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഓയിലിൽ നിന്ന് കുറച്ച് വേറെ എടുത്ത് വെക്കാം കേട്ടോ. ഇത് മുഴുവൻ നമുക്ക് മസാലയിലേക്ക് ആവശ്യമില്ല. ഇനി നമ്മളത് കുറച്ച് ഓയിലൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂണാണ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ 1 ടേബിൾ സ്പൂൺ ചിക്കനിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മസാലയിലും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3 തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. അധികം വലിപ്പമില്ലാത്ത 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വഴന്ന് കിട്ടും. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർക്കണില്ല കേട്ടോ. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2.5 ടീസ്പൂണാണ് ബിരിയാണി മസാല ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചിക്കനിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1.5 ടീസ്പൂൺ മസാലയിലേക്കും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയില പുതിനയിലും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മല്ലിയില പുതിനയിലൊക്കെ ഞാനൊരു കൈപ്പിടിക്കാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിൻ്റെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഗ്രേവിയിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ടിട്ട് ദം ചെയ്യാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ അരി തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ച്ചോറാക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ചോറിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്, കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചൂറ്റി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് സാധാരണ ബിരിയാണി ലെയർ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തത്, അതുപോലെ തന്നെ മല്ലിയില പുതിനയില, കുറച്ച് ഗരം മസാല ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മുഴുവനായിട്ടും ചോറ് ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നെയ്യിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൽ ഒഴിച്ചിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സമയം നമ്മളിത് ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ദം ചെയ്യാനായിട്ടിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചോറ് വിളമ്പിയെടുക്കാം. അപ്പോൾ എല്ലാത്തിലും ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് ബിരിയാണി റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 30ഓളം ബിരിയാണി റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ആക്കാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.